കേരള സ്റ്റോറിയാണ്. ഇതൊരു കേരള സ്റ്റോറിയാണ്. ഇത് ലോകമാകെ പടരേണ്ട അസംഭവം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥിതി ഒരു ജനകീയമായ കൂട്ടായ്മയിലൂടെ സംഭവിച്ചിരിക്കുകയാണ്, യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇതൊരു റിയൽ കേരള സ്റ്റോറി. അല്ല, മനുഷ്യ നന്മക്ക് മുന്നിൽ ഒരു ശക്തിയും ഒരു പണവും വലുതല്ല. ഇത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 18 വർഷം, അതും നിരപരാധി എന്ന് പൊതുവെ എല്ലാവരും പറയുന്നൊരു വിഷയത്തിൽ 18 വർഷം ജയിലിലാവണേ. ഞാൻ മനസ്സിലാക്കുന്നത് 2006 ഇവിടെ പോയി പുതിയ ജോലി കിട്ടി ഒരു 28 ദിവസമായപ്പോ അല്ലെ, 28 ദിവസം ഒരു മാസമാവുന്നതിന് മുമ്പ് നടന്നൊരു സംഭവമാണ്. അപ്പോൾ അതിന്റെ ഭാഗമായി പിന്നീട് 3 തവണ തലവെട്ടാൻ വിധിക്കപ്പെട്ടു. അതിൽ നിന്നൊക്കെ ഫൈറ്റ് ചെയ്ത് എല്ലാവരും കൂടി ഒരുമിച്ച് ഫൈറ്റ് ചെയ്ത് ആ ഫൈറ്റിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് എത്തിയത്. ഇതിന്റെ തുക കുറക്കാനൊക്കെ ഉള്ള ശ്രമം നടന്നു, പക്ഷെ മറ്റ് നിവൃത്തിയില്ല. പക്ഷെ ഇതിൽ പൊതുവെ എല്ലാവരും ഒന്നിച്ചു നിന്നു എന്നുള്ളതാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മറ്റ് ജാതി മത അതിർവരമ്പുകൾക്ക് അപ്പുറത്ത് എല്ലാവരും ഒന്നിച്ചു നിന്നു. എല്ലാവരും ഇതിനോടൊരു പോസിറ്റീവ് സമീപനം സ്വീകരിച്ചു. കുറെ പേർ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു, ചിലർ പിറകിൽ നിന്നും പ്രവർത്തിച്ചു. ഓരോരുത്തർക്കും സാധ്യമാകുന്ന നിലയിൽ പ്രവർത്തനം നടത്തി. അതിന്റെ ഒരു വിജയമാണിത്, മനുഷ്യ നന്മയുടെ വിജയം കൂടിയാണിത്. ഇപ്പോ ഞാൻ പലരുമായി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴും ഒരാളും നോ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതൊരു വലിയ സന്തോഷമാണ്. ഇപ്പൊ നമ്മൾ ഉമ്മാന്റെ മുഖത്ത് തന്നെ ആ സന്തോഷം നമുക്ക് കാണാനുണ്ട്. അത് ഏറ്റവും വലിയ കാര്യമാണ്. എല്ലാവരും ഒന്നിച്ചു നിന്നു എന്നുള്ളതാണ്. വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കേരളം. ഒരു റിയൽ കേരള സ്റ്റോറി ഇതൊരു കേരള സ്റ്റോറിയാണ്. ഇതൊരു കേരള സ്റ്റോറിയാണ്. ഇത് ലോകമാകെ പടരേണ്ട അസംഭവം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥിതി ഒരു ജനകീയമായ കൂട്ടായ്മയിലൂടെ സംഭവിച്ചിരിക്കുകയാണ്, യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇതൊരു റിയൽ കേരള സ്റ്റോറിയാണ്. ഇത് കേരളത്തിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്. എല്ലാവരും ഇതിനു വേണ്ടി സമീപിച്ച പലരുമായി സംസാരിച്ചപ്പോൾ അവരൊക്കെ പറയുന്നത് ജാതി മത കക്ഷി രാഷ്ട്രീയ വ്യത്യാസമന്യേ എല്ലാവരും ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇടപെടുകയാണ്. അതിൽ സോഷ്യൽ മീഡിയ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കേട്ടോ. പുതിയ കാലത്ത് സോഷ്യൽ മീഡിയയുടെ ഒരു പ്രാധാന്യം നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ദൃശ്യമാധ്യമങ്ങൾ, അച്ചടി മാധ്യമങ്ങൾ, പിന്നെ എല്ലാ നിലയിലും എല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരും ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാത്തവരും പിന്നെ നിരവധി സംഘടനകളും. ഇപ്പൊ ഇന്ന് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ബോബി ചെമ്മണ്ണൂരുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞു. ഒരു തരത്തിലും നോ പറയുന്നില്ല എന്ന് പറഞ്ഞു ഈ ഒരു പ്രവർത്തനം. അപ്പൊ ഇതൊക്കെ ഒരു റിയൽ കേരള സ്റ്റോറിയാണ്. എല്ലാവരും KMCC മുതൽക്ക് എല്ലാ സംഘടനകളും ഇതിൽ വഹിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുള്ളവരും, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാത്തവർ എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. ഇത് ഒരു മനുഷ്യ നന്മയുടെ വിജയമാണ്. ആ നിലയിലാണ് ഈ പ്രശ്നത്തെ കാണുന്നത്.